ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കാൻ പറ്റിയൊരു ബോട്ടിൽ ആർട്ടാണ്. ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ ഒരു ബോട്ടിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ജെസ്സൊക്കെ അടിച്ച് നന്നായി ഡ്രൈ ആക്കിയിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഒട്ടും വൈകിക്കാതെ വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ ജെസ്സോ അടിക്കുന്ന വീഡിയോ ഞാനൊരു മുന്നേ ഒരു ബോട്ടിൽ ആർട്ട് വെണ്ടക്ക ഉപയോഗിച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ജെസ്സോ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇതിന് നമുക്കൊരു പെയിൻ്റ് അടിക്കണം. ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ അടിക്കാം കേട്ടോ. ഞാനിവിടെ അടിക്കണത് യെല്ലോ ആൻഡ് ഗ്രീന് മിക്സ് ചെയ്തിട്ടൊരു അധികം ഡാർക്കല്ല, ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീന് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് മിക്സ് ചെയ്യാം. ഇവിടെ പെയിൻറ്റ് നന്നായി മിക്സായിട്ട് നല്ല കറക്റ്റ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് കുപ്പിമേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യത്തെ കോട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. അത് രണ്ടാമത്തെ കോട്ട് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിതാ കംപ്ലീറ്റ് ബോട്ടിലിന്മേ ഗ്രീൻ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടാണിത്. ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇത് ഇനി ഉണങ്ങിയിട്ട് സെക്കൻഡ് കോട്ടും കൂടെ അടിച്ചിട്ട് നന്നായി ഡ്രൈ ആയതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിതാ കുപ്പിന്മേ ഗ്രീൻ കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നന്നായി ഡ്രൈ ആക്കിയിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി ഡ്രൈ ആയിട്ട് ഇനി നമുക്ക് വിരൽ ഉപയോഗിച്ചിട്ട് നമുക്കിതിന്മേ പൂവുകൾ വരച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ആക്രി കളറ് റെഡാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഞാനൊരു റെഡ് കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. റെഡ് പൂവ് മാത്രം വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇനി കുറച്ചിങ്ങനെ പെയിൻറ്റിൽ വിരലിങ്ങനെ ചെറുതായി ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഉള്ളിലേക്ക് വരച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പെയിൻറ്റ് തട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ ഇത്ര ഒരു ചെറിയ പൂവാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അധികം വലുതാക്കണില്ല. ചെറിയ പൂവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ പലയിടത്തായിട്ട് പൂവുകൾ വരച്ചു കൊടുക്കാം. ഞാനിതാ പൂവൊക്കെ റെഡ് പൂക്കളൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഗ്രീൻ കളർ വെച്ചിട്ട് ടൂപ്പിക്ക് ഉപയോഗിച്ചിട്ട് ഈ പൂക്കളൊക്കെ ഒന്ന് നമുക്ക് കണക്ഷൻ ചെയ്ത് കൊടുക്കണം. ഞാനിത് ടൂപ്പിക്ക് ഉപയോഗിച്ചിട്ടാണ് കണക്ഷൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് കുപ്പിമേ അവിടെ ഇവിടെയൊക്കെ ഈ ഒഴിവുള്ള സ്ഥലത്തൊക്കെ ലീഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, പറ്റുന്ന പോലൊക്കെ ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതാ ലീഫൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒരു മുട്ട് പോലെ ഒന്ന് വരച്ചെടുക്കാമെന്ന് വിചാരിച്ച് റെഡ് ഉപയോഗിച്ചിട്ട് തന്നെ. അപ്പോൾ ഇതാ ഇങ്ങനെ കുഞ്ഞു പൂവും ഒക്കെ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ റെഡ് ചെറിയ ഫ്ലവറൊക്കെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പോലെ എന്തോ ഒരു മിസ്സിങ് ഉള്ള പോലെ തോന്നി ഈ റെഡ് പൂവിൻ്റെ നടുവിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതിൽ കുറച്ച് സെമി ബീഡ്സ് ഉണ്ടായിരുന്നു, അത് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു.
ഇതൊന്നും നിർബന്ധമല്ല കേട്ടോ. ഓക്കെ, ഓരോരുത്തരുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കുപ്പി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ കുപ്പിമേ പേളൊക്കെ ഹാഫ് ബീഡ്സൊക്കെ ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിലെ കാണാൻ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ റെഡ് കളർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ജൂട്ട് ത്രെഡ് ഉണ്ടെങ്കിൽ ഇവിടെ ചുറ്റി കൊടുക്കാം, അല്ല ഇനി വുളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്ക് താല്പര്യം എന്താണോ അത് അവിടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതാ കംപ്ലീറ്റ് കുപ്പിയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കണം. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വാർണിഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബോട്ടിൽ വേഗം നാശമാവും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന വാർണിഷ് ഇതാണ് കേട്ടോ. ഇനി നമുക്കിതിന്മേ ഇത് അടിച്ചു കൊടുക്കാം. ഞാനിത് കംപ്ലീറ്റ് ബോട്ടിൽമേ ഫുള്ളായിട്ട് വാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗ്ലേസിങ്ങൊക്കെ വന്നിട്ടുണ്ട്. ഉണങ്ങിയിട്ടില്ല, അതാണ് ഞാൻ ഇങ്ങനെ കുപ്പി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ഉണങ്ങണം കേട്ടോ, നന്നായി ഉണക്കാൻ വെക്കണേ. ഇനി ഈ ബോട്ടിൽ നന്നായി ഉണങ്ങിയ ശേഷം പിന്നെ നമുക്ക് ഷോ പീസൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.